ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇത് കാണുന്നുണ്ടോ? പരിപ്പ് മുകളിലേക്ക് പോകുന്ന കാണുന്നുണ്ടോ ആരെങ്കിലും? ചെറിയ ചെറിയ ബബിളുകൾ ഉണ്ടായിട്ട് പരിപ്പ് മുകളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. മുകളിൽ പോയ ഉടനെ പരിപ്പ് താഴോട്ട് തന്നെ വരുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഒരു ബേസ് അഥവാ ആൽക്കലിയാണ്. ആസിഡും ബേസും കൂടി ഈ വെള്ളത്തിൽ വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓരോ പരിപ്പിന്റെ പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് ഒരു ലൈഫ് ജാക്കറ്റ് പോലെ ആക്ട് ചെയ്യുകയാണ്. അപ്പം ഇവിടെ താഴെ കിടന്ന പരിപ്പിന് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുമിളകള് ഉയർത്തിക്കൊണ്ട് മുകളിലെത്തുമ്പോൾ ആ കുമിള പൊട്ടി കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ആവുകയാണ്. അപ്പൊ തന്നെ ഇത് താഴോട്ട് വീണ്ടും സാന്ദ്രത കൂടിയതുകൊണ്ട് എന്നിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് തുടരുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണം ന്യൂട്രലൈസേഷൻ ആണ്. ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്ത് ന്യൂട്രലായി അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പരിപ്പിനെ മുകളിലേക്ക് താഴേക്കുമുള്ള ചലനം നമുക്ക് കാണാൻ സാധിച്ചത്. ഈ എക്സ്പെരിമെന്റ് വരുന്നത് എണ്ണാവരാമെന്നാണ്. ഞാൻ ചെയ്യുന്ന സാധനങ്ങള് ഒരു കുപ്പി, എണ്ണ, വെള്ളം, ചുവന്ന ഫുഡ് കളറ്, ഡിഷ് വാഷ്, ബേക്കിംഗ് സോഡ, വിനാഗിരി എന്നിവയാണ്. ഇതെങ്ങനെയാ ഉണ്ടാക്കുക വെച്ചാല് എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വെച്ചാല് ആദ്യം കുപ്പിയിൽ അല്പം ബേസിക് സോഡ ഇട്ടതിന് ശേഷം ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ 3/4 ഭാഗം എണ്ണ വെക്കുക. ഇത് ബേക്കിംഗ് സോഡ കുപ്പിയിലിട്ടിട്ട് എണ്ണയാണ്. ഓക്കെ, ഇനി അതില് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നപ്പോ ഇനി വേറൊരു ഗ്ലാസ്സില് ചുവന്ന വെള്ളം എടുത്തിട്ട് അതിന് ചുവന്ന ഡിഷ് വാഷ് നടത്തണം. ഫുഡ് കളർ നടത്തണം. എന്നിട്ട് ചുവന്ന ഫുഡ് കളറും പിന്നെ ഡിഷ് വാഷ് കലർത്തിയിട്ട് അത് ഈ എണ്ണയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് വിനാഗിരി ആഡ് ചെയ്യുക. ഇതാണ് നിരീക്ഷണം വെച്ചാല് വിനാഗിരി സോഡയും പുറത്തുണ്ടാകുന്ന വാതകം ചുവന്ന കുമിളായിട്ട് എണ്ണയിലൂടെ മുകളിലൂടെ വരുന്നേക്ക് കാണുന്നത്. വിശ്വാസത്തിനാണ് കുമിളകള് ലാഭ പോലെ മനോഹരമായി